നമസ്കാരം. ദിവസവും നിരപരാധികളുടെ ചോര വീഴുന്ന ഈ സംസ്ഥാനത്ത് ഒരു സർക്കാരുണ്ടോ, ഒരു ഭരണ സംവിധാനമുണ്ടോ? ജനത്തിന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇറങ്ങിപ്പോയിക്കൂടെ? കമ്മ്യൂണിസത്തിന്റെ ഊതിക്കാച്ചിയ വീമ്പ് നിരത്തി കസേരകളിൽ ചക്കരക്കുട മോഹികളായി പിടിച്ചു തൂങ്ങി കിടക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നിങ്ങളുടെ അരമനകൾ കൊഴിപ്പിക്കാനായി മാത്രമോ? ലെവലേശ നാണമില്ലേ മിസ്റ്റർ പിണറായി? രാഷ്ട്രീയത്തിന്റെ പൊള്ളത്തര ന്യായങ്ങൾ നിരത്തി ജനങ്ങളെ പറ്റിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്തിന്? ഇനിയും എത്ര കാലം ജനമിത് സഹിക്കണം? പിണറായി സർക്കാരിന്റെ കഴിവുകേടും പിടിപ്പുകേടും മൂലം ഓരോ ദിവസവും നിരപരാധികളുടെ ചോര വീഴുകയാണ് ഈ മണ്ണിലെന്ന് ഓർക്കണം. അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാമെന്ന വാഗ്ദാനം നൽകിയാണ് ആ കസേരകളിൽ കയറി പൃഷ്ഠമുറപ്പിച്ചതെന്നും മറക്കരുത്. ജീവിക്കാനുള്ള കൊതി കൊണ്ട് ജനം തെരുവിലിറങ്ങി സമരം ചെയ്യേണ്ടി വരുന്ന സ്ഥിതിയാണിന്നുള്ളത്. മുള്ളിപ്പേടിപ്പിക്കുന്ന മരപ്പട്ടിയെ പോലെയല്ല മലയോരങ്ങളിലെ മനുഷ്യരുടെ പ്രാണനെടുക്കുന്ന മതം പൊട്ടിയ ക്രൂര ജന്തുക്കൾ. വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിലിറങ്ങി ആളുകളെ ആക്രമിക്കുന്നതും ജീവൻ തന്നെ അപഹരിക്കുന്നതുമായ ഭീകരാവസ്ഥ സംസ്ഥാനത്ത് തുടരുമ്പോൾ 10 ലക്ഷം രൂപയുടെ കെട്ടുമെടുത്തു വെച്ച് വനപ്രദേശങ്ങളോട് ചേർന്ന മേഖലകളിൽ താമസിക്കുന്നവരുടെ ജീവനുകൾ കൊണ്ട് പന്താടുകയാണ് പിണറായി സർക്കാർ. 10,000-കണക്കിന് ആളുകളുടെ നെഞ്ചിൽ തീ കോരിയിടുന്ന സംഭവങ്ങളാണ് നിത്യേനയെന്നോണം കേരളത്തിൽ നടക്കുന്നത്. കാട്ടാനകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഫലപ്രദമായ ഒരു പരിഹാര നടപടിയും സ്വീകരിക്കാൻ പിണറായി സർക്കാരിന് കഴിയുന്നില്ല. ഒരു സർക്കാരിന്റെ ഭരണ പരാജയമല്ലേ ഇത്? ജനത്തോട് കാട്ടുന്ന കൊടും ക്രൂരതയല്ലേ ഇത്? വന്യമൃഗങ്ങൾ മനുഷ്യജീവനുകൾ കൊന്നു കൊലവിളിച്ച് മടങ്ങുമ്പോൾ ഓരോ ജീവനും 10 ലക്ഷം നൽകി ജനകീയ രോക്ഷത്തെ അടക്കുന്നതാണോ ഒരു ഭരണകൂടം ചെയ്യേണ്ടത്? ഈ നിലയ്ക്ക് പോയാൽ വനങ്ങളോട് ചേർന്നുള്ള ഗ്രാമങ്ങളിൽ എങ്ങനെ ആളുകൾ ജീവിക്കും? പത്തനംതിട്ട തുലാപ്പള്ളി പുളിയൻകുന്നുമലയിൽ ബിജു മാത്യു കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചത് തിങ്കളാഴ്ചയാണ്. വലിയ ജനകീയ പ്രതിഷേധത്തിനാണ് ആ ദുരന്തം കാരണമാക്കിയത്. ബിജുവിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ കൈമാറാനും 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് സർക്കാരിനോട് ശുപാർശ ചെയ്യാനും ജില്ലാ കളക്ടറും ജനപ്രതിനിധികളുമായി നാട്ടുകാർ നടത്തിയ ചർച്ചയിൽ ധാരണയായതിനെ തുടർന്നാണ് ജനകീയ പ്രതിഷേധം അവസാനിക്കുന്നത്. ബിജുവിന്റെ മക്കളിൽ ഒരാൾക്ക് കണമലയിലെ വനം വകുപ്പ് ഓഫീസിൽ താൽക്കാലിക ജോലി ഉടൻ നൽകുമെന്നും സ്ഥിരം ജോലി നൽകണമെന്ന് സർക്കാരിനോട് ശുപാർശ ചെയ്യുമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ആളെ കൊല്ലി കാട്ടാനയെ വെടിവെച്ചു കൊല്ലാനുള്ള ശുപാർശ ജില്ലാ ഭരണകൂടം വനം വകുപ്പിന് കൈമാറാക്കാനാണ് തീരുമാനിച്ചതെങ്കിലും ആനയെ വെടിവെച്ചു കൊല്ലാനുള്ള ശുപാർശ പ്രായോഗികമാവുമോ എന്നത് കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. സമീപകാലത്ത് ഈ ആന നടത്തുന്ന 3ാമത്തെ ആക്രമണമാണിത്. വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത് വലിയ തോതിൽ വർദ്ധിച്ചു വരികയാണ്. മലയോര മേഖലകളിൽ ജീവനും സ്വത്തിനും സംരക്ഷണമില്ലാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വീഴ്ച മൂലമാണെന്നാണ് പത്തനംതിട്ടയിലും പ്രതിഷേധത്തിനിറങ്ങിയ നാട്ടുകാർ ആരോപിച്ചത്. നേരത്തെ വയനാട്ടിലും ഇടുക്കിയിലും അടക്കം വന്യമൃഗശല്യമുണ്ടായ പ്രദേശങ്ങളിലെല്ലാം നാട്ടുകാരുടെ പരാതി വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ കുറിച്ച് തന്നെയായിരുന്നു. വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് തടയാനുള്ള യാതൊരു നടപടിയും ആത്മാർത്ഥതയോടെ സർക്കാർ ചെയ്യുന്നില്ലതാണ് യാഥാർത്ഥ്യം. വനം വകുപ്പിന്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ച് അതിനു പരിഹാരം കാണേണ്ട സർക്കാർ ആവട്ടെ ജനത്തെ ആവട്ടെ പൊട്ടത്തരങ്ങളും രാഷ്ട്രീയ രക്ഷപ്പെടലിനായി ന്യായവാദങ്ങളും നിരത്തി കണ്ണിൽ പൊടിയിടുകയാണ്. പത്തനംതിട്ടയിൽ ബിജു കൊല്ലപ്പെട്ട മേഖല തന്നെ നിരന്തരം വന്യമൃഗങ്ങളുടെ ശല്യം നേരിടുന്ന പ്രദേശമാണ്. കണമലയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ 2 പേർ മരിച്ചത് ഏതാണ്ട് 1 വർഷം മുമ്പായിരുന്നു. വീട്ടിൽ പത്രം വായിച്ചു കൊണ്ടിരുന്ന തുണ്ടിയിൽ ചാക്കോച്ചൻ, റബ്ബർ തോട്ടത്തിൽ നിന്നിരുന്ന
കുഴിയിൽ തോമസ് എന്നിവരാണ് അന്നു മരിച്ചത്. വനം വകുപ്പിനെതിരെ അന്നും കടുത്ത പ്രതിഷേധമുയർന്നു. പുലിയിറങ്ങി നിരവധി വീടുകളിലെ വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുമ്പോഴും നിരവധി തവണ കാട്ടാനയുടെ ശല്യം ഉണ്ടായപ്പോഴുമൊക്കെ ജനങ്ങൾ പ്രതിഷേധിക്കുകയാണ് ചെയ്തത്. വയനാട് മലപ്പുറം അതിർത്തിയായ പരപ്പൻപാറയിൽ കാട്ടാന ആക്രമണത്തിൽ കാട്ടുനായ്ക്ക കോളനിയിലെ മിനി കൊല്ലപ്പെട്ടത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ്. ഏതാനും മാസങ്ങൾക്കിടെ വയനാട്ടിലും ഇടുക്കിയിലും വാഴച്ചാലിലും കാട്ടാനയുടെ ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെട്ടു. ഇടുക്കിയിൽ ചക്കക്കൊമ്പനും പടയപ്പയും ചിന്നക്കനാൽ ദേവികുളം മേഖലയിലെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയായിരുന്നു. കോഴിക്കോട് കക്കയത്ത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കർഷകൻ കൊല്ലപ്പെട്ടതും അടുത്തിടെയായിരുന്നു. മൂന്നാറിലെ ജനവാസ മേഖലയിൽ പുലിയിറങ്ങിയത് ഏതാനും ദിവസം മുൻപാണ്. കാട്ടാനക്കൂട്ടങ്ങളും കാട്ടുപന്നിയും കാട്ടുപോത്തും ജനവാസ മേഖലകളിൽ ഇറങ്ങുന്നത് പതിവായിരിക്കുകയാണ്. ഇതൊരു പ്രത്യേക സാഹചര്യമാണെന്ന് മനസ്സിലാക്കിയുള്ള പ്രവർത്തനങ്ങളാണ് അനിവാര്യമായിട്ടുള്ളത്. എത്ര മനുഷ്യർ കൊല്ലപ്പെട്ടാലും ഇങ്ങനെ നിഷ്ക്രിയമായിരിക്കാൻ കഴിയുന്ന ഭരണാധികാരികൾ മറ്റെവിടെയെങ്കിലും ഉണ്ടോ? വന്യമൃഗങ്ങളെ തല്ലിയോടിക്കാൻ കഴിവില്ലാത്തവർ പ്രിയപ്പെട്ടവരുടെ ദാരുണാന്ത്യത്തിൽ പ്രതിഷേധിക്കുന്നവരെ തല്ലിയോടിക്കുന്ന കാഴ്ച വരെ പിണറായി ഭരിക്കുന്ന കേരളം കണ്ടു. എല്ലാം ശരിയാകുമെന്ന് കരുതിയവർക്കെല്ലാം തെറ്റിപ്പോയി മിസ്റ്റർ പിണറായി. ഒന്നും ശരിയാകുന്നില്ല. ഒന്നും നിങ്ങളാൽ ശരിയാവില്ലെന്ന് ജനം മനസ്സിലാക്കി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം LDFന് വേണ്ടി വോട്ട് ചോദിക്കാൻ ചെന്ന പഞ്ചായത്ത് മെമ്പറെ കഞ്ഞിക്കലം എടുത്തെറിഞ്ഞ് പ്രതിഷേധിക്കുകയാണ് ചെയ്തത്. വന്യജീവികളുടെ ആക്രമണം നേരിടുന്ന മനുഷ്യവാസ കേന്ദ്രങ്ങളിൽ എന്ത് പറഞ്ഞാണ് നിങ്ങൾ വോട്ട് ചോദിക്കുക? ചത്താൽ 10 ലക്ഷം നൽകാമെന്ന് പറയുമോ? പാഴ്വാഗ്ദാനങ്ങളും 10 ലക്ഷത്തിന്റെ ചെക്കും കൊണ്ട് നഷ്ടമായ ഉറ്റവരുടെ ജീവൻ അവർക്ക് തിരിച്ചു കിട്ടുമോ? മനുഷ്യൻ ധാരണമായി കൊല്ലപ്പെടുമ്പോൾ 10 ലക്ഷം എന്ന നക്കാപ്പിച്ച് എറിഞ്ഞു കൊടുത്ത പ്രതിഷേധമടക്കുന്ന നിങ്ങളാണോ ഒരു ഭരണാധികാരി? നിങ്ങളാണോ ഒരു കമ്മ്യൂണിസ്റ്റ്? നാണമില്ലേ ഇനിയും അങ്ങനെ പറഞ്ഞു നടക്കാൻ? കുറച്ചൊക്കെ ഉളുപ്പ് വേണം മിസ്റ്റർ പിണറായി വിജയൻ. നിങ്ങളുടെ ജീവനെ പോലെ തന്നെ മരണപ്പെടുന്നതും മനുഷ്യ ജീവനുകളാണ്. മരപ്പട്ടി മുള്ളിയപ്പോൾ കരഞ്ഞ നിങ്ങളുടെ ആ ഡബിൾ ചങ്ക് മനുഷ്യ ജീവനുകൾ ചിതറിത്തെറിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ എവിടെ പോയി? ഇത്രയും കരിങ്കല്ലാണോ നിങ്ങളുടെ ആ ഡബിൾ ചങ്ക്? മനസ്സിലായി മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങളുടെ വാഗ്ദാനങ്ങൾ പൊള്ളയാണ്, കല്ലുവെച്ച നുണകളാണ്. നിങ്ങൾ ശരിയാകുമെന്ന് പറഞ്ഞതൊന്നും ശരിയാവില്ല. വൈകിയാണെങ്കിലും ഒന്നും നിങ്ങളെ കൊണ്ട് ശരിയാക്കാനാവില്ലെന്ന് ജനം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. നന്ദി.